ചേട്ടാ, നമ്മള് ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എല്ലാവരും കൗതുകത്തോടെ കേട്ടൊരു വാർത്തയാണ് യു പിയിലുള്ള ഒരു ഹരീഷ് റാണ എന്ന് പറയുന്ന യെസ്. യുവാവിന്റെ ദയാവധവുമായി ബന്ധപ്പെട്ട ദയാവധം. വിഷയം. ഒരിക്കലും സുപ്രീം കോടതി അനുവദിച്ചു കൊടുക്കുമെന്ന് ആരും അത്ര പ്രതീക്ഷിച്ചൊരു അതെ, വിഷയമല്ല. അതെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് ശരിക്കും സമൂഹത്തിൽ ഇതിനു മുമ്പ് തന്നെ വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ് യൂത്തനേഷ്യ. ഏ, അത് തന്നെ ശരിക്കും ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. ദയാവധം ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനെ രണ്ട് രീതിയിലായിട്ടാണ് അതിനെ പറയുന്നത്. ശരിക്ക് ദയാവധം എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ ജീവൻ, അതായത് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു രോഗാവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് മോചനം എന്തായാലും രോഗിക്ക് ഉണ്ടാവില്ല. അതിന് മാത്രമല്ല, ഈ രോഗാവസ്ഥയിൽ ഇങ്ങനെ കിടന്നതുകൊണ്ട് രോഗീൻ്റെ ദുഃഖവും ദുരിതവും കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഇൻറ്റൻഷനലി ജീവിതം അവസാനിപ്പിക്കുന്ന അതിനാണ് ശരിക്കും ഈ ദയാവധം എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ അതിനെ പറയാം. ഒന്ന് ആക്റ്റീവ് യൂത്തനേഷ്യ, സജീവ ദയാവധം എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. പിന്നെ പാസീവ് യൂത്തനേഷ്യ, നിഷ്ക്രിയ ദയാവധം. ഈ സജീവ ദയാവധം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധം തന്നെയാണ്. നമുക്ക് ഒരു രോഗീൻ്റെ ജീവൻ ഏത് കാരണത്തിൻ്റെ പുറത്തും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിഷ്ക്രിയ ദയാവധം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു രോഗികളെ ആശുപത്രിയിൽ വെന്റിലേഷൻ സപ്പോർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ സപ്പോർട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തി പോകുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു നമ്മൾ നിർജീവാവസ്ഥ എന്ന് പറയുന്നില്ലേ, ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്. പക്ഷെ ഒരു തരത്തിലും എന്താ പറയുക, അങ്ങനെ വരുന്ന അവസ്ഥകളിൽ പരിപൂർണമായിട്ടുള്ള നിർജീവാവസ്ഥയിലുള്ളൊരു രോഗിക്ക് ഈ വെന്റിലേഷൻ സപ്പോർട്ട് പിൻവലിച്ചുകൊണ്ട് ഒരു എന്താ പറയുക പാസീവ് യൂത്തനേഷ്യ നൽകാൻ വേണ്ടിയിട്ട് നിയമം അനുവദിക്കുന്നുണ്ട്. അതും വളരെ കൃത്യമായ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ. അല്ല, ഇപ്പൊ ഇപ്പൊ ഇത്തരത്തിൽ ദയാവധം അനുവദിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യാനുണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ തന്നെ ഹരീഷ് റാണയുടെ കേസ് പറഞ്ഞില്ല. ഹരീഷ് റാണ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആയിരിക്കും എന്നാണ് ഞാൻ വായിച്ചത്, എൻ്റെ ഓർമ്മ. പഞ്ചാബിലോ മറ്റുമാണ്. 4-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണതാണ് പ്രശ്നം. അപ്പോൾ അതോടുകൂടിയിട്ട് മൂപ്പര് കോമാവസ്ഥയിലായി. 13 വർഷങ്ങളായി ആശുപത്രിയിൽ കിടക്കുകയാണ്. 2013 അതെ അതെ, 2013 കാലഘട്ടത്തിലായിരിക്കും. അപ്പോൾ ഈ ഹരീഷ് റാണ ആശുപത്രിയിൽ കിടക്കുന്ന അതേപോലെ അല്ലെങ്കിൽ അതിൻ്റെ ആയിരക്കണക്കിന് ഇരട്ടി വേദന നിന്നുകൊണ്ട് അവരുടെ മാതാപിതാക്കളുണ്ട്. അങ്ങനെ അവർ തന്നെയാണ് ആക്ച്വലി അവിടെ പഞ്ചാബ് ഹൈക്കോടതിനെയാണെന്ന് തോന്നുന്നു സമീപിച്ചു. ഡൽഹി ഹൈക്കോടതി, ഹൈക്കോടതിനെ സമീപിച്ചു. ദയാവധം അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു കാരണവശാലും ദയാവധം അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി തള്ളുകയത്. അതിനെ തുടർന്ന് അവർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ സുപ്രീം കോടതിയാണ് ഇത് ശരിക്ക് എന്താ പറയുക ഡിഗ്നിറ്റിയോടുകൂടി മരിക്കാനുള്ള അവകാശം കൊടുക്കുക. അങ്ങനെ തന്നെയാണ് ശരിക്കും ദയാവധത്തിന് ആളുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. അതായത് ഡിഗ്നിറ്റിയോടുകൂടി, അഭിമാനത്തോടുകൂടി അല്ലെ മാന്യമായി മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം എന്നാണ് ദയാവധം ആ ടേം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞതാണ് ഇത് യഥാർത്ഥത്തിൽ എന്താ പറയുക മരുന്ന് കൊടുത്ത് കൊല്ലുകയല്ല. എന്നിപ്പോൾ അതാണ് ഈ ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും കാരണവശാൽ രോഗീനെ ഇൻറ്റൻഷനലി രോഗീൻ്റെ ജീവൻ എടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടോ കുത്തി വെച്ചിട്ടോ, എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ രോഗീനെ കൊല്ലുകയല്ല ചെയ്യുന്നത്. അതേസമയം രോഗീൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ട് നിലവിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മെഡിക്കൽ സപ്പോർട്ട്, വെന്റിലേഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അത് പിൻവലിക്കുന്നത് വഴി മരിക്കാനുള്ളൊരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അത്രയും കഷ്ടപ്പാടും ദുരിതവും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പൊതുവിൽ എന്താ പറയാന്ന് പറഞ്ഞാൽ റിലീജിയസ് ആസ്പെക്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജീവൻ എടുക്കാൻ വേണ്ടി ആർക്കും അധികാരമില്ല, അവകാശമില്ല, അല്ലേ? ദൈവദത്തമാണ് ജീവിതം. അപ്പം അതിനെ ഇല്ലാതാക്കുന്നത് ഏത് കാരണത്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. ശരിക്കും ഒരു കൊലപാതകമായി മാറിയില്ലേ? ഇപ്പം നമ്മൾ പറയുന്നില്ലേ, ഇപ്പം വധശിക്ഷ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ലേ? ഇപ്പം വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ജഡ്ജി വധശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ പുറകിൽ ജഡ്ജിക്കുള്ള മോട്ടീവ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെയല്ലേ? അതാണ് അതുപോലെ. അപ്പം ഇത് അതിനേക്കാളും ഗുരുതരമായൊരു പ്രശ്നമാണ്. അതിന് എന്താ പറയുക, നിലവിൽ ചട്ടക്കൂടുകളും നിയമങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നായിരിക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പം ഇതെന്ത് ആളുകളുടെ ഇടയിൽ ഒരു ശരിയോ തെറ്റോ എന്നുള്ളൊരു ചോദ്യം, അവ്യക്തത ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അല്ല, ഇപ്പം എല്ലാവരും നോക്കിക്കാണുന്ന ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ദയാവധം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിയമം അതെ വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ദയാവധം ആസ് ഇറ്റ് ഈസ് ഇന്ത്യയിൽ നിയമവിരുദ്ധം തന്നെയാണ്. അപ്പോൾ അതിലിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. കംപ്ലീറ്റ്ലി വെജിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് വേറെ നിർവാഹമൊന്നും ഇല്ല എങ്കിൽ അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടാകും കേട്ടോ. കാരണം ഇത് അങ്ങനെയല്ലെങ്കിൽ നാളെ ആരെങ്കിലും നമുക്ക് ഇല്ലാതാക്കണം തോന്നിക്കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോയിട്ട് ദയാവധം കൊടുക്കുക. നമ്മുടെ ഒരു സൊസൈറ്റി അല്ലേ, അപ്പോൾ എന്തും എവിടെയും നടക്കുന്നത്. അപ്പോൾ അത്ര കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. മെഡിക്കൽ ബോർഡുകളുണ്ടാവും, പല ഘട്ടങ്ങളിലും പല സ്റ്റേജുകളിലുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പാസീവ് യൂത്തനേഷ്യ മാത്രമേ പറ്റുള്ളൂ. അതായത് വെന്റിലേഷൻ സപ്പോർട്ടോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത് എങ്കിൽ അതും
വെന്റിലേഷൻ സപ്പോർട്ട് കൂടി നിലനിർത്തുന്ന എല്ലാ ഇതിനും ദയാവധം അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു കാരണവശാലും 13 വർഷം ഹരീഷ് റാണയുടെ കേസൊക്കെ എന്ന് പറഞ്ഞാൽ ന്യായമായും ഒരു പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം ഹരീഷ് റാണക്കൊപ്പം ജീവിക്കുകയും മരിക്കുകയും ചെയ്ത മാതാപിതാക്കളും കൂടിയുണ്ട്. അപ്പം ഇപ്പോൾ കുറച്ച് എനക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പ് മറ്റും നമ്മുടെ ഒരു ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടൊരു ഷാൻബാഗ് എന്ന മറ്റുമാണെന്ന് തോന്നുന്നു, ഒരു മംഗലാപുരം സ്വദേശിയായിട്ടുള്ള നേഴ്സ് ബോംബെയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയ വാർത്തയാണ് അവർ മരിച്ചതായിട്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങളായിട്ട് കോമയിലാണ്. അപ്പോൾ അവരെ സഹപ്രവർത്തകർ തന്നെ പരിചരിച്ച് അങ്ങനെ അതൊരു വലിയൊരു വാർത്തയായിട്ടുള്ളത്. അങ്ങനെ എനിക്കിപ്പോൾ എൻ്റെ കൃത്യമായ ഇത് ഓർമ്മയില്ല. അപ്പം വ്യക്തിപരമായിട്ട് എന്നോട് ഒരാൾ ചോദിക്കാൻ നിങ്ങൾ ദയാവധത്തിനെ പിന്തുണക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ദുരിതം അനുഭവിക്കുന്നതിനേക്കാളും അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊരു മനുഷ്യൻ്റെ സഹനത്തിൻ്റെ പുറത്ത്. ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവർ ജീവിച്ചിട്ടുണ്ടോ മാതാപിതാക്കൾ ഈ 13 വർഷക്കാലം അവർ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും അവർ ജീവിച്ചിട്ടുണ്ടാവില്ല. എപ്പോഴും ആ കുട്ടിയുടെ ബേക്കിൽ മകന്റെ ബേക്കിൽ തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, ആ കാര്യത്തിൽ ദയാവധം അനുവദിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. പക്ഷേ പൊതുവിൽ ഈശ്വരൻ്റെ സൃഷ്ടികളാണ് എന്നാണ് നമ്മൾ പൊതുവെ പറയുക. അപ്പം ജീവൻ നൽകാനുള്ള ഒരു അവകാശം, അതാണ് അതിൻ്റെ അടിസ്ഥാനം. ജീവൻ നൽകാനുള്ള ഒരു കഴിവ് നമുക്കില്ല. അപ്പം ജീവൻ എടുക്കാൻ വേണ്ടി നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ ഹരീഷ് റാണയെപ്പോലുള്ള ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പിന്തുണച്ച് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം.